ജോർജിയയിൽ എത്തിയ മുതൽ പലരും ചോദിച്ചതാണ് പാക്കേജിലാണോ പോയത്, ഒരുപാട് പൈസയായോ എന്നൊക്കെ. ഞാൻ എവിടെ പോകുമ്പോഴും പാക്കേജ് എടുക്കാറുമില്ല, അതിനെപ്പറ്റി അന്വേഷിക്കാറുമില്ല. പല സ്ഥലത്തേക്കും ഒറ്റക്കാണ് പോകാറ്. റെസിഡൻസിന് ഏറ്റവും സിമ്പിളായി പോകാൻ പറ്റുന്ന രാജ്യങ്ങളിലൊന്നാണ് ജോർജിയ. ഓൺ അറൈവൽ വിസയാണ് നൽകുന്നത്. വിസയർ വഴി ഏറ്റവും ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടും ജോർജിയയിലേക്ക്. പക്ഷെ കുറച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് മാത്രം. ഇങ്ങോട്ട് വരാൻ വേണ്ടി കാണിക്കേണ്ടത് റിട്ടേൺ ടിക്കറ്റ്, അതുപോലെ ട്രാവൽ ഇൻഷുറൻസ്, ഹോട്ടൽ റിസർവേഷൻ, പിന്നെ ആവശ്യത്തിനുള്ള ക്യാഷും. ടിക്കറ്റിന് ഏകദേശം ഒരു 350 താഴെ മാത്രമേ ആവുകയുള്ളൂ. എനിക്കിവിടെ വന്നത് വൺ സൈഡേക്ക് 169 ദിർഹംസും അതുപോലെ തന്നെ റിട്ടേണ് 189 ദിർഹംസുമാണ്. 2 ആഴ്ചത്തെ ട്രാവൽ ഇൻഷുറൻസിന് എനിക്ക് വന്നത് 72 ദിർഹംസ് ആണ്. ഇൻഷുറൻസ് മാർക്കറ്റ് എന്ന വെബ്സൈറ്റിൽ കയറിയാൽ ട്രാവൽ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ വളരെ ചീപ്പായിട്ട് തന്നെ താമസ സൗകര്യം കിട്ടും. 10 ജോർജിയൻ ലാരി മുതൽ ഹോസ്റ്റലുകൾ അവൈലബിൾ ആണ്. Booking.comലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിലോ കയറിയിട്ട് ജസ്റ്റ് റിസർവ് ചെയ്ത് വെച്ചാൽ മതി. ഇത്തരം കാര്യങ്ങൾ മാത്രമേ ജോർജിയയിലേക്ക് വരാൻ വേണ്ടി ആവശ്യമുള്ളൂ. റിട്ടേൺ ടിക്കറ്റ് അടക്കം 500 ദിർഹംസിൽ താഴെ മാത്രമേ വരൂ. ഒരുപക്ഷെ ഇതൊന്നും ചോദിച്ചെന്ന് വരില്ല എയർപോർട്ടിൽ നിന്ന്. കാരണം എന്നോട് ഇതൊന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ID വാങ്ങി സ്റ്റാമ്പ് ചെയ്ത് വിട്ടു. പക്ഷേ ഇത് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പല ട്രാവൽ ഏജൻസും പറയുന്നതാണ് 6 മാസത്തെ വിസ വാലിഡിറ്റി വേണം. എന്നാൽ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വിസ തീരുന്നതിന് മുമ്പ് നമ്മൾ ആ രാജ്യം വിടണം, അത്ര മാത്രമേ ഉള്ളൂ. കാരണം 1 മാസം പോലും വാലിഡിറ്റി ഇല്ലാത്ത UAE വിസയുമായിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ പാസ്പോർട്ടിന് 6 മാസത്തെ വാലിഡിറ്റി എന്തായാലും കാണിക്കണം. അപ്പോൾ ഇതാണ് ജോർജിയയിലേക്ക് വരാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.